ഹലോ ഗായ്സ്, അസ്രീം വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വാട്ടായി ഈറ്റിനിടെയാണ് ചെയ്യണത്. ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് രാവിലത്തെ ഫുഡാണ് നമ്മളിന്ന് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ഇതിനെ പാലട എന്ന് പറയും. നിങ്ങൾ എന്താ പറയാന്ന് അറിയില്ല, എന്താ പറയുക വെച്ചാൽ നിങ്ങൾ പറയും. അപ്പോൾ നമ്മളത് വെറുതെ പാലടയായിട്ടല്ല കഴിക്കണത്. അതിനൊന്ന് ഭംഗിയാക്കിയിട്ട് കുറച്ച് ശർക്കരയും തേങ്ങയൊക്കെ കുഴച്ച് ഒരു പരുവത്തിലാക്കി അതിനെ നമ്മൾ പാലടയിൽ പരത്തി വയ്ക്കും. പരത്തി വെച്ചിട്ട് എല്ലായിടത്തും നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിനെ നമ്മൾ മടക്കി സെറ്റാക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് അടക്കി വെക്കണം. അപ്പോൾ ഇതായിരുന്നു ഒന്ന് കാലത്തെ ഫുഡ്. അതിൽ നെയ്യ് ഒഴിക്കുന്നതാണ് ഈ കാണിക്കുന്നത്. നെയ്യൊക്കെ ഒഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടനേരത്ത് നമ്മൾ ഡയറി മിൽക്കും ആപ്പിളും കൂടിയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയതാണ്. ഒരു ഡയറി മിൽക്കും 2 ആപ്പിളുമാണിത്. സെറ്റൊക്കെ ആയി, എന്നാലും ചെറിയൊരു സെറ്റാകായികയുണ്ട്. എന്നാലും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നമ്മളൊരു 12 മണിക്ക് അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ചോറും അയില പൊരിച്ചതും പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയ നല്ല കടുമാങ്ങ അച്ചാറ് വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ അതുമായിരുന്നു ഉച്ചക്കത്തെ ഫുഡ്. സൂപ്പറായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ 2 മാംഗോ, ഈ മാംഗോയുടെ പേരെന്താണെന്നറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് 4 മണിക്കത്തെ ഫുഡാണ് ഈ കാണുന്നത്. അരി വറുത്ത് പൊടിച്ച് അതിൽ ശർക്കര ഒഴിച്ച് അതിനൊരു പരുവത്തിലാക്കി കുഴയ്ക്കും. ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കണതാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ സ്പെഷ്യലാണ്. പിന്നെ അത് ഉണ്ട രൂപത്തിലായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം മോരുകറിയും ചോറും വേറെ സ്പെഷ്യലൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അങ്ങനെ മോരുകറിയും ചോറും കൊണ്ടാട്ടമുളകും അതുണ്ടായിരുന്നു. കൊണ്ടാട്ടമുളകും കൂടിയിട്ട് വൈകുന്നേരത്തെ ഭക്ഷണം അത് കഴിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നല്ല സൂപ്പറായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ അല്ലറ ചില്ലറ ഫുഡുകളൊക്കെ